2020 SSLC ഫൈനൽ എക്സാമിന് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇത്. ആദ്യത്തെ ചോദ്യം എന്താണ്? ഇവിടെ നമുക്കൊരു സീക്വൻസ് അഥവാ ഒരു ശ്രേണി തന്നിട്ടുണ്ട്. 1, 25, 49, 73, 97 എക്സെട്ര. ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ 6ാമത്തെ പദം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 5 പദങ്ങൾ അഥവാ 5 ടേംസ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് 97ന്റെ നെക്സ്റ്റ് ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അതിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം ആഡ് ചെയ്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി കിട്ടുന്നത്. അതായത് ഇപ്പൊ ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം ഡി ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഒന്നിന്റെ കൂടെ ആ ഡി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 25 കിട്ടുക. 25ന്റെ കൂടെ വീണ്ടും ആ ഡി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 49 കിട്ടുന്നു. 49ന്റെ കൂടെ വീണ്ടും ആ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം ആഡ് ചെയ്യുമ്പോൾ 73 കിട്ടുന്നു. 73ന്റെ കൂടെ വീണ്ടും ആ ഡി ആഡ് ചെയ്യുമ്പോൾ 97 കിട്ടുന്നു. 97ന്റെ കൂടെ വീണ്ടും ആ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം ആഡ് ചെയ്താൽ നമുക്ക് 6ാമത്തെ പദം കിട്ടും. അതായത് ആദ്യം തന്നെ നമുക്ക് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്നത്? സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറച്ചാൽ മതി. 2ാം പദത്തിൽ നിന്നും ആദ്യ പദം കുറച്ചാൽ മതി. അതായത് 25 - 1 എത്രയാണ്? 24. അതായത് സിക്സ്ത് ടേം അല്ലെങ്കിൽ 6ാം പദം കാണുക എങ്ങനെയാണ്? 5ാം പദത്തിനോട് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. ഇവിടെ 5ാം പദം 97 ആണ്. 97ന്റെ കൂടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമായി 24 കൂട്ടിയപ്പോൾ എത്രയാണ്? 121. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ 6ാം പദം 121 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? നമുക്കൊരു അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. 97, 73, 49 എക്സെട്ര. ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിൽ എത്ര പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അഥവാ പൂർണ്ണവർഗ്ഗങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യം. ടോട്ടൽ 8 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു പാഠത്തിൽ നിന്നും 2020 SSLC ഫൈനൽ എക്സാമിന് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും കാണുവാനായി അടിയുള്ള വീഡിയോ കണ്ടു നോക്കുക. താങ്ക്